നഗരസഭാ കൌൺസിൽ യോഗത്തിലേക്ക് അതിക്രമിച്ചു ചെന്ന സമരക്കാർ ചെയർമാന്റെ ക്യാബിനിൽ കയറി പ്രതിഷേധമറിയിച്ചു. ഇരിഞ്ഞാൽ നഗരസഭയിലെ പെട്ടിക്കടക്കാരെ സംരക്ഷിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ കൌൺസിൽ യോഗ ഹാളിന് മുന്നിൽ ധർണ നടത്താനെത്തിയ 30ഓളം പ്രവർത്തകരാണ് മുദ്രാവാക്യമുയർത്തി കൌൺസിൽ ഹാളിലേക്ക് കയറിയത്. ഇതേ തുടർന്ന് കൌൺസിൽ യോഗം കുറെ നേരത്തേക്ക് അലങ്കോലപ്പെട്ടു. നഗരപാതയ്ക്കുള്ളിലെ അനധികൃത പെട്ടിക്കടകൾ പൊളിച്ചുമാറ്റുന്നതിന് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പെട്ടിക്കടയിലെ തുച്ഛവരുമാനം കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന തങ്ങളെ സംരക്ഷിക്കുന്നതിന് നഗരസഭ നടപടിയെടുക്കണമെന്നും ലൈസൻസ് അനുവദിക്കണമെന്നും പെട്ടിക്കടക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നോട്ടീസ് അറിഞ്ഞിരുന്ന അവസാന തീയതിയെടുത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് അനുകൂലമായതൊന്നും നഗരസഭ കൈക്കൊണ്ടിട്ടില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ഇതു സംബന്ധിച്ച തങ്ങളുടെ പരാതികൾ മുൻപ് നടന്ന കൌൺസിൽ യോഗങ്ങളിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അന്തിമ തീരുമാനം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ചെയർമാന്റെ ക്യാബിനിലേക്ക് ഇരച്ചുകയറിയത്. എന്നാൽ ഭരണസമിതിക്കെതിരെയുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതെന്നും സമരം രാഷ്ട്രീയവൽക്കരിച്ചാൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ചെയർമാന്റെ പ്രതികരണം. ഈ പെട്ടിക്കടക്കാർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് ചെറുതാന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പെട്ടിക്കടകൾ അങ്ങനെ കുറച്ച് അനധികൃതമായ രീതിയിലൊക്കെ വലുതായി നിൽക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ ഒന്ന് നിരത്തി നാളെ തന്നെ ലൈസൻസ് തരുന്ന രീതിയിലുള്ള നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ചെയർമാൻ വാക്ക് തന്നത്.